ഒരു ടണൽ വഴി വെള്ളം വന്ന് ഇവിടെ സ്റ്റോറേജ് ആവും. ഇവിടുന്ന് 2 ഡാമാണത്. ഇത് സബ് ഡാമാണ്. ഇത് തോണക്കുള ഡാമും ഇതിനപ്പുറം പെരുവരിപ്പള്ളം കൊണ്ടൊരു ഡാമും ഉണ്ട്. സോ ഇതിൽ സ്റ്റോറേജിലുള്ള വെള്ളം കോണ്ടൂർ കനാൽ തമിഴ്നാടിൻ്റെയാണ്. സോ അവർ ആഴിയാറിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് വെള്ളം. വെള്ളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ടണൽ വഴിയാണ് കൊണ്ടുപോകുന്നത്. അതെ, അവിടുന്ന് തിരുമൂർത്തിമല, പിന്നെ കോയമ്പത്തൂർ, കരൂർ, അങ്ങനെ പല ഭാഗത്തേക്ക് ഒരു അഗ്രികൾച്ചർ പർപ്പസിന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡാം കൺട്രോൾ എല്ലാം തമിഴ്നാടുമാണ്. ഇവിടുത്തെ ലാൻഡ് കൺട്രോൾ എല്ലാം കേരളവുമാണ്. തമിഴ്നാടിൻ്റെയാണ്. കാരണം നമ്മള് കന്യാകുമാരി നമ്മൾ കൊടുത്തിട്ടാണല്ലോ നമ്മൾ പാലക്കാട് എടുക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 1920 സംതിങ് അതിൻ്റെ ഇടയിൽ എന്തോ ആണ് നമ്മുടെ EMS അവരുടെയൊക്കെ പരിപാടി ആ ഒരു ടൈമിൽ. സോ അപ്പോൾ നമ്മൾ പാലക്കാട് തമിഴ്നാടിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങോട്ട് മാറുന്നതുകൊണ്ട് അന്ന് ഇവിടെ ഡാം ഇതിനകത്തായിരുന്നു. ഇവിടെ തുടർന്ന് ഷോളയാർ ഡാമിൽ നിന്ന് വരുന്ന ഡാമുകൾ അതെല്ലാം. സോ ഷോളയാർ എന്നുള്ള തമിഴ്നാട് ഗവൺമെന്റിന്റെയാണ്. അവരുടെ അവിടെ നിന്നുള്ള വെള്ളം നമുക്ക് ഓവർഫ്ലോ ആയിട്ട് എവിടേക്ക് വെച്ചാൽ നമുക്ക് അതിരപ്പള്ളി, വാഴച്ചാൽ ആ ഭാഗത്തിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും പോകുന്നുണ്ട് വെള്ളം. അപ്പോൾ അതേപോലെ തന്നെ അവർ നേരെ ബാക്കി വരുന്ന വെള്ളം എവിടേക്ക് കൊണ്ടുപോകുന്ന ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഭാഗം വരുന്നത്, മണപ്പിക്കുളം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരുന്നത്. സോ ഇവിടെയും വരുന്നുണ്ട്. അവർ വന്നതിന് ശേഷം കാമരാജ് സർട്ടിഫിക്കറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന എഞ്ചിനീയേഴ്സുമാരെയൊക്കെ വിളിച്ച് പുള്ളി പ്ലാൻ ചെയ്ത് EMSഉം പിന്നെ ഈ കാമരാജ് സാർ ഇവരൊക്കെ സോഷ്യലിസ്റ്റാണ്. അപ്പോൾ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് നല്ലൊരു ഡാം പണിയാനുള്ള പരിപാടി ഇവിടെ തുടങ്ങുന്നുണ്ട്. അതാണ് PAP പറമ്പിക്കുളം വാളിയാർ പ്രോജക്റ്റ് ഇവിടെ തുടങ്ങുന്നത് 1950 സംതിങ്ങിൽ. അതിനുശേഷം അതിന് കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെയുള്ള ഈ കാണുന്ന വെള്ളമുള്ള ഭാഗങ്ങളൊക്കെ ഫുള്ളും വന്ന കാടുകളായിരുന്നു. ഇതൊക്കെ ആൾക്കാർ വെച്ച് ചെത്തി മണ്ണ് എടുത്ത് ഒന്നുണ്ടായിരുന്ന ഇതൊക്കെ വെച്ച് മണ്ണെടുത്ത് ചെരുവാക്കി വെച്ചിരിക്കുന്നത് കണ്ടല്ലേ. കാലപ്പോക്കിൽ മണ്ണ് ഇതായിട്ടാണ് പിന്നെ ഫ്ലാറ്റ് ആയത്. ഇതിന് മുന്നേക്കെ ഞങ്ങൾ ചെറുപ്പത്തൊക്കെ ഇത് കട്ടിങ്ങാണ് നല്ല ആഴമുള്ള ഭാഗങ്ങൾ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ കോയമ്പത്തൂരിലോട്ട് വെള്ളം കൊണ്ട് കൊണ്ടുപോകുന്നത്. ഒരു ആഴിയാറ് പോയിട്ട് അങ്ങനെ പോകുന്നത്. പോണ വഴിക്ക് സർക്കാർ പതി പറഞ്ഞ സ്ഥലത്തൊരു ടർബൈൻ ഉണ്ട്. സോ അത് വെച്ചിട്ട് കരണ്ടും ഇവര് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന കറണ്ട് എല്ലാം തമിഴ്നാടിൻ്റെയാണ്. കറണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ നെറ്റ്വർക്ക്, ഇതെല്ലാം വെള്ളം, ഇതെല്ലാം തമിഴ്നാടിൻ്റെയാണ്.